ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയുമായിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒരു സ്ക്യൂബ് കൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് ഹോളിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ചിക്കനിലോട്ട് നല്ലതുപോലെ ഒന്ന് പിടിക്കും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മന്തി തയ്യാറാക്കാൻ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിലോട്ട് നമ്മുടെ ചിക്കനെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ടാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്നിന് മീതെ ഒന്ന് വയ്ക്കാതെ മാക്സിമം ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഞാൻ എല്ലാം നിരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ആദ്യം ചതച്ചിടണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുത്തതാണ്. ഇതിനെ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് ഇതുപോലെ ചെറിയ രീതിയിൽ വട്ടത്തിലരിഞ്ഞതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ മന്തിയിൽ ചേർക്കാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ്, ഒരു 2 ക്യാരറ്റ് ചെറിയ രീതിയിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിനെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതൊക്കെ കൂടി ചേർത്ത് നമ്മുടെ ഇന്നത്തെ മന്തി തയ്യാറാക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരിക്കൽ ഇതുപോലെ ചെയ്താൽ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുള്ളൂ. പിന്നെ ഞാനിവിടെ ഇതുപോലത്തെ വലിയ 2 ക്യാപ്സിക്കം ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ നിർബന്ധമായും ഇതിൽ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇതിൽ റൈസും ചിക്കനും ഒക്കെ ഒരുപോലെ ടേസ്റ്റാണ്. ഞാൻ നമ്മൾ സ്ഥിരം ഇവിടെ വെക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും ഇത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഞാനിവിടെ കുറച്ച് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. അത് ഒട്ടും തന്നെ നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇത് വീഡിയോ ഒക്കെ പിടിക്കുന്നത് കൊണ്ട് ഇത് കാണാൻ വേണ്ടി ഒരു ചെറിയ ഭംഗിക്ക് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഇത് സാധാരണ നമ്മൾ ചേർക്കില്ല. ഇന്ന് ഇത് ചേർക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിർബന്ധമില്ല. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു പിഞ്ച് കുറച്ച് ചൂടുവെള്ളത്തിൽ നിന്ന് മിക്സ് ചെയ്തതാണ്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ 2 ഐറ്റവും കുറേശ്ശെ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തതിന് ശേഷം അടുത്തതായി നമ്മൾ എടുക്കുന്നത് മാഗി ക്യൂബാണ്. ഇത് നിർബന്ധമായും നമ്മുടെ ഈ മന്തിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ മാഗി ക്യൂബ്. ഇത് ചേർക്കാതിരുന്നാൽ വലിയ ടേസ്റ്റ് കാണില്ല നമ്മുടെ മന്തിക്ക്. ഇത് ഇപ്പോൾ ഞാൻ 3 ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പിൻ്റെ അളവൊക്കെ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 കൂടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 3 ഉള്ളത് കൊണ്ടാണ് ചേർത്തത്, അല്ലെങ്കിൽ ചേർക്കില്ല. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് സവാളയാണ്. 2 സവാള ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സവാളയൊന്നും സാധാരണ മന്തിയിൽ ചേർക്കാറില്ല. പക്ഷേ നമ്മളിത് ചേർത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ മന്തിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് അത് നോക്കി ചേർക്കുക. ഒരു 1/2 ബൗൾ സൺഫ്ലവർ ഓയിൽ ഇത് കൂടി ചേർക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മന്തി ഇതൊക്കെ കൂടെ ചേർത്ത് ഇതുപോലെ മസാലയൊക്കെ തേച്ച് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. 1 മണിക്കൂർ നമുക്കിതൊന്ന് വെക്കുക. വെച്ചതിന് ശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കാം. നല്ലതുപോലെ ചിക്കനിലൊക്കെ ആകുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇത് നമ്മൾ ചേർത്തിട്ടില്ല. ഇതിൻ്റെ മീതെ ഞാൻ ചെറിയ രീതിയിലൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഫസ്റ്റിൽ വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ നേരത്തെ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്തിന് നമുക്ക് അതിന് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് അരി കുതിരാൻ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതരി വേണമെങ്കിലും എടുക്കാം. കുറച്ച് നീളമുള്ള അരിയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൊള്ളായിരിക്കും. ഇത് 1 മണിക്കൂറായിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓണാക്കി അത് വെച്ച് കൊടുക്കുക. ചിക്കൻ വേകുന്ന സമയത്ത് നമുക്ക് മറ്റൊരു അടുപ്പിലോട്ട് റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക.
സാധാരണയായി മന്തി റൈസ് തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഞാൻ ഒരു സവാള ചേർക്കുന്നുണ്ട്, 2 ടൊമാറ്റോ, 4 പച്ചമുളക്, വലിയ പച്ചമുളക് എരിവില്ലാത്തത് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഡ്രൈ ലെമൺ. ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി ഇതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പു, പട്ട അതുപോലുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണയായി റൈസ് നമ്മൾ പകുതിയൊക്കെ എത്തുമ്പോൾ ഊറ്റി നമ്മൾ അരിച്ച് അത് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നെച്ചോറ് വെക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. ഇത് കുറച്ചുകൂടി എളുപ്പമുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോയൊക്കെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിലോട്ട് ഞാൻ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ജീരകം വറുത്ത് പൊടിച്ചത്. അതിലോട്ട് ഞാൻ ഒരു 1-2 കുരുമുളക് ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ ജീരകമാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന ജീരകം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. സവാള ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളകും തക്കാളിയും ഡ്രൈ ലെമണും ചേർത്ത് കൊടുക്കാം. ഡ്രൈ ലെമൺ ചേർക്കുന്നത് നല്ല ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും. അത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നാരങ്ങ ഉണങ്ങിയതായാലും മതിയാകും, ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ച നാരങ്ങ ഒരിക്കലും ചേർക്കില്ല, അത് ഭയങ്കര പുളിപ്പായിരിക്കും. ഒരെണ്ണമൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഡ്രൈ ലെമൺ തന്നെ ചെറിയ രീതിയിലൊന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു പുളിപ്പ് അതിൽ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ അധികം പുളിപ്പൊന്നും ഇറങ്ങത്തില്ല. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് കുഴഞ്ഞ് വരട്ടെ. ആ സമയത്തിന് നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കാം. നമ്മുടെ ജീരകത്തിന് കൂടെയൊക്കെ ചേർത്തപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ഒരു മണമാണ്. ഇതിനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. നമ്മുടെ ടൊമാറ്റോ കൂടെ ഒന്ന് ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന അരി 3 ഗ്ലാസ് അരിയാണ്. വെള്ളം ചേർക്കുന്നത് 4.5 ഗ്ലാസ്സാണ്. അതായത് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെച്ച് ചേർത്താൽ മതിയാകും. അങ്ങനെയാണ് ചേർക്കുന്നത്. അധികം വെന്ത് നല്ല രീതിയിൽ വേകണ്ട. മന്തിയുടെ റൈസ് ആയതുകൊണ്ട് പകുതി നമുക്ക് ചിക്കൻ ചേർത്ത് അതിലോട്ടിട്ടൊന്ന് ദം ചെയ്തെടുക്കാനായതുകൊണ്ട് ഒരു 3/4 വേഗമായാൽ മതിയാകും. ഇതിനെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെച്ച് കൊടുക്കാവൂ. തീ കൂട്ടി വേഗം വേവിച്ചെടുക്കരുത്. നമ്മളിതിലിട്ടിരിക്കുന്ന ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കം ഇതെല്ലാം നല്ലതുപോലെ വെന്ത് നമ്മുടെ ചിക്കനിലോട്ട് പിടിച്ച് വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ ആ രീതിയിലാകണമെങ്കിൽ നമ്മൾ മാക്സിമം ലോ വേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാൽ എല്ലാ ഭാഗത്തും എത്തിക്കിട്ടില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. നമ്മുടെ റൈസ് എന്തായാലും ഒരു 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ടിപ്പുണ്ട്, ഇത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ റൈസ് അധികം ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള നീളം കൂടിയ അരിയൊക്കെ വേവിക്കുമ്പോൾ നമുക്ക് നല്ല വെന്ത് പോയാൽ അത് വലിയ പാടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ സമയം കുറച്ച് വെള്ളം ഇങ്ങനെ കിടക്കുന്ന സമയം ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ചോറിന് മീതെയായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് നമുക്ക് അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കുക. ചോറൊന്നും ഒട്ടി പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടുന്നതാണ് ഇത്. ഞാൻ വീണ്ടും നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഏതാണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ചിരിക്കുന്നതൊന്ന് ഇരിക്കട്ടെ. ഈ സമയത്തിന് ഞാനൊരു പാനിലോട്ട് നമ്മുടെ ഒരു ബട്ടർ, ഒരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് മസാലകൾ ഒഴിവാക്കി ചിക്കൻ മാത്രം ഇതിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബട്ടറൊക്കെ ചേർത്ത് നമ്മുടെ ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഈ ചിക്കൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. നമ്മൾ എക്സ്ട്രാ കുറേ ഐറ്റംസൊക്കെ ചേർത്തത് കൊണ്ട് ഇത് നല്ല രീതിയിലെ ഒരു മന്തിയാണ്. അപ്പോൾ ഇതുപോലെ അധികം വെന്ത് പോകാതെ വേണം ഈ ചിക്കൻ നമുക്കിതിൽ നിന്ന് എടുക്കാൻ. ഇതുപോലെ നമുക്ക് ഈ ബട്ടറിലിട്ട് ഒന്ന് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കണം. ഞാൻ ചിക്കനൊക്കെ ഒന്ന് മൊരിയാനിട്ടിട്ടുണ്ട്. 2 സൈഡും മൊരിച്ചെടുക്കുക. ഈ സമയത്ത് നമ്മുടെ മസാലയൊക്കെ കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി. ഇതിപ്പോൾ ചിക്കൻ ഇല്ലാതെ മസാല മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതുപോലെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഈ മസാലയിലോട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ആ റൈസിൻ്റെ ഒരു ഭാഗം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. മറ്റേ നമ്മുടെ ചിക്കനെല്ലാം നമ്മുടെ ഇതിൽ നമ്മുടെ ബട്ടറിൽ കിടന്ന് മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇനി മൊരിഞ്ഞ കുറച്ച് പീസ് ചിക്കൻ നമുക്കിതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞ് കരിയേണ്ട ആവശ്യമില്ല. എന്നാൽ പിന്നെ നല്ല ഫ്രൈ ആവുകയാണെങ്കിൽ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇത്രയൊക്കെ തന്നെ മതിയാകും. ഇനി നമുക്ക് ചിക്കൻ്റെ മീതെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ചോ ബാലൻസ് ഉള്ളതോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാമെന്നാണ്. ഞാനിപ്പോൾ ബാലൻസ് ഉള്ളത് 2 ഭാഗമായിട്ടാണ് വെക്കുന്നത്. ബാലൻസ് ഉള്ളത് ഇതിൻ്റെ മീതെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരേ രീതിയിലെ മന്തി തയ്യാറാക്കാതെ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി രീതിയിലൊക്കെ മന്തി തയ്യാറാക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഞാനിവിടെ നമ്മുടെ ഡ്രൈ ലെമൺ എല്ലാ സമയത്തും നമ്മുടെ മന്തിയിലോട്ട് കാണുക. അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഏത് രീതിയിൽ വേണോ ഒന്ന് നമ്മുടെ റൈസിന് അടിയിലോട്ട് അമർത്തി വെച്ച് കൊടുക്കുക. ഞാൻ ഇതുപോലെ അവിടെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ഫ്ലേവറും ഇതിൽ നിന്ന് ഈ ചൂട് റൈസല്ലേ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, റൈസ് ചൂടാറാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം അമർത്തിയതിന് ശേഷം നമ്മുടെ ബാലൻസ് ഉള്ള ചിക്കൻ ഉണ്ടല്ലോ, ബട്ടറിൽ നിന്ന് മൊരിഞ്ഞ് കിട്ടിയ നമ്മുടെ ആ ചിക്കൻ, ഈ ബട്ടറിൽ നിന്ന് കിട്ടിയ ഈ ചിക്കനൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റ് എന്നറിയാമോ? അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചിക്കൻ അവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ മന്തിയിലെ ചിക്കനൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഒരു പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. നമുക്കൊരു പീസ് ചാർക്കോള് നല്ലതുപോലെ കനലാക്കി കുറച്ച് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. അതിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവറും കൂടെ നമ്മുടെ മന്തിയിലോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ നല്ലതുപോലെ കനലായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഞാൻ ഒരു സ്റ്റീലിൻ്റെ തട്ട വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ചെറിയ 2 പീസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഓയിൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിൽ ബട്ടർ ചേർത്താലും നന്നായിരിക്കും, ഓയിലായാലും കുഴപ്പമില്ല. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഇത് തീ അണഞ്ഞതിന് ശേഷം ദാണ്ടെ പുകയൊക്കെ ഇതുപോലെ വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂർ ഇതുപോലെ തന്നെ ഇരിക്കുക. കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി നമുക്ക് ചിക്കനൊക്കെ മറ്റൊരു പാത്രത്തിലാക്കിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ മസാല ഏറ്റവും അടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മീതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു ദോശ പാനിൻ്റെ മീതെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിയിലത്തെ ചോറൊന്നും കരിഞ്ഞു പോകാതെ കിട്ടും, മസാലയും നല്ലതുപോലെ കരിയാതെ തന്നെ കിട്ടും. ദം ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പാനിൻ്റെ മീതെ നമ്മൾ ഈ കടായിയെ വെക്കേണ്ടത്. ഇതുപോലെ ഇറച്ചിയൊക്കെ ആദ്യം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ചോറ് വെച്ച് ചോറിൻ്റെ ചൂട് ഒട്ടും തന്നെ മാറാതെ നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ ഞാനിവിടെ റൈസ് സെപ്പറേറ്റ് ഒരു പാത്രത്തിലോട്ട് ആദ്യം മാറ്റിയിട്ട് ചിക്കൻ അതിൻ്റെ മീതെ വെച്ചാണ് സെർവ് ചെയ്യുന്നത്. നമ്മുടെ ചോറൊന്നും ഒട്ടും തന്നെ ഒട്ടുപിടിച്ചിട്ടില്ല, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു 1/4 ഭാഗം ആയപ്പോൾ നമ്മുടെ ഈ എണ്ണ ഒഴിക്കുന്ന രീതി ഉണ്ടല്ലോ, അതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടും. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യാനുള്ളത്, മന്തിയിലേക്ക് റൈസ് ചേർക്കുമ്പോൾ ഒട്ടും തന്നെ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബട്ടറൊക്കെ ചേർത്താണ്, എന്നാൽ അധികം ഓയിലി അല്ല, ആവശ്യത്തിന് ഇതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലെ ഈ ചിക്കൻ പീസൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.